വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചെടികളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. തന്നെയല്ല ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാറയൊക്കെയാണ്, പാറയും കള്ളിമുൾ ചെടിയൊക്കെ നിറഞ്ഞിരിക്കുന്നതെന്നാണ്. താഴെ ഈ കള്ളിമുൾ ചെടിയിൽ നിന്നാവണം താഴെ ഒരു തേനട ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഇത് കുറേ പഴക്കമുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് തന്നെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് കള്ളിമുൾ ചെടിയിൽ ഈ തേനീച്ചകൾ വന്നിട്ട് ഈ കള്ളിമുൾ ചെടിയിൽ കൂടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രഷായിട്ടുള്ള ഒരു തേനട കണ്ടു. കണ്ട് ഈ കാണുന്ന ഈ ഒരു കള്ളിമുൾ ചെടിയുടെ മുകളിൽ ഒരു ഫ്രഷായിട്ടുള്ള തേനിരിക്കുക. പക്ഷേ അത് നിറയെ തേനീച്ചയുണ്ട്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ആ ഒരു തേനീച്ചയുടെ കൂടാണ്. അപ്പോൾ ഇത് തേൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നിർവാഹവുമില്ല, കാരണം നന്നായിട്ട് തന്നെ പുകയ്ക്കേണ്ടി വരും. നല്ല കട്ട പുക ഉണ്ടെങ്കിൽ മാത്രമേ ഈ തേൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഇത് നമ്മളെ വൻതേനീച്ച ഉണ്ടല്ലോ, വൻതേനീച്ചയല്ല ചെറുതേനീച്ചയല്ല. അപ്പോൾ അതിനിടയ്ക്ക് സൈസുള്ള ഒരു തേനീച്ചയാണ് അതിൽ മൊത്തത്തിലിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് ആ കൂട് വെച്ചിരിക്കുന്നത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ കള്ളിമുൾ ചെടിയുടെ ചുറ്റും മുള്ള് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കറക്റ്റ് നടുക്കാണ് ആ ഒരു കൂട് അത് വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചില പരുന്തുകളൊക്കെ ഇത് കഴിക്കുന്ന പരുന്തുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു കള്ളിമുൾ ചെടിയുടെ ഏറ്റവും നടുക്ക് മൊത്തത്തിൽ ചുറ്റിലും ഇങ്ങനെ മുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് അത് സേഫായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്.